ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടാഗുകളെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു അല്ലേ? പാരഗ്രാഫ് ടാഗ്, BR ടാഗ്, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ വേറെയും കുറച്ച് ടാഗുകൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ടാഗാണ് HR ടാഗ്. HR ടാഗ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെബ് പേജിൽ ഹൊറിസോണ്ടലി കുറച്ച് ലൈനുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് HR ടാഗ് യൂസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. HR ടാഗ് പ്രൊഡ്യൂസേഴ്സ് എ ഹൊറിസോണ്ടൽ ലൈൻ സ്പ്രെഡ് അക്രോസ് ദ വിഡ്ത്ത് ഓഫ് ദി ബ്രൗസർ വിൻഡോ. അപ്പോൾ ബ്രൗസർ വിൻഡോയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻസിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HR ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ HR ടാഗിൻ്റെ മെയിനായിട്ട് വരുന്ന 2 ആട്രിബ്യൂട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സൈസും വിഡ്ത്തും. അപ്പോൾ സൈസും വിഡ്ത്തുമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്. അതായത് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അതിന് എത്രത്തോളം തിക്നെസ് വരണം, എത്ര വിഡ്ത്ത് അത് കവർ ചെയ്യണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, ടു ഡ്രോ വേരിയസ് ടൈപ്സ് ഓഫ് ലൈൻസ്. അപ്പോൾ ലൈൻസുകൾ വരയ്ക്കാനാണ്. അപ്പോൾ HR നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം HTML ഹെഡ് ടൈറ്റിൽ എഴുതി, ടൈറ്റിൽ ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡി ടാഗിന് ഒരു BG കളർ കൊടുത്തിട്ടുണ്ട്. അത് ഹെക്സാഡെസിമൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള കറസ്പോണ്ടിങ് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ വെബ് പേജിലുണ്ടാവും. എന്നിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് H1ൽ. അലൈൻ സെൻറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ് സെൻറ്ററിലായിരിക്കും വരിക. ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് H1 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണ്. ഓരോ ലൈൻസിനും ലൈൻ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ലൈൻ 1, എന്നിട്ട് HR വിഡ്ത്ത് ഈക്വൽ ടു 50%, അലൈൻ ഈക്വൽ ടു സെൻറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിഡ്ത്ത് 50% എന്ന് പറയുമ്പോൾ അത്രയും വിഡ്ത്തിലായിരിക്കും ആ ഒരു ലൈൻ കാണിക്കുക. പിന്നെ അലൈൻ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലൈൻ സെൻറ്ററിലായിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് BR വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ അടുത്ത ലൈനിലായിരിക്കും വരിക. അടുത്ത ലൈൻ 2 വെച്ചിട്ടുണ്ട്. അതിൻ്റെ HR വിഡ്ത്ത് 40%, അലൈൻ സെൻറ്ററും വെച്ചിട്ടുണ്ട്. നോ ഷെയ്ഡിന് പ്രത്യേകിച്ച് നമ്മൾ വാല്യൂസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് നോ ഷെയ്ഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിൽ വെച്ചാൽ മതിയാവും. പിന്നെ ലൈൻ 3ൽ സൈസ് 10 വെച്ചിട്ടുണ്ട്, വിഡ്ത്ത് 30% വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈസും വിഡ്ത്തും അവിടെ കൊടുത്തിട്ടുണ്ട്. അലൈൻ സെൻറ്ററും വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈൻ 4ൽ സൈസും വിഡ്ത്തും അലൈനും നോ ഷെയ്ഡും വെച്ചിട്ടുണ്ട്. ലൈൻ 5ൽ സൈസ്, വിഡ്ത്ത്, അലൈൻ, നോ ഷെയ്ഡ്, കളർ കൂടെ വെച്ചിട്ടുണ്ട്. ലൈൻ 6ൽ സൈസ്, വിഡ്ത്ത്, അലൈൻ, കളർ. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ലൈൻസുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി പറയാനുള്ളത് HR ടാഗ് എന്ന് പറയുന്ന ഒരു empty ടാഗാണ്. HRന് ക്ലോസിങ് ടാഗ് ഇല്ല. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഇവിടെ ഒരു വെബ് പേജ് കാണിച്ചു തന്നിട്ടുണ്ട്, ഫിഗർ 4.23ൽ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഓരോ ലൈൻസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. HR ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആട്രിബ്യൂട്ട്സ് വരുന്നത് മെയിൻലി സൈസും വിഡ്ത്തും ആണ്. പിന്നെ നമുക്ക് ആട്രിബ്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കളറ്, അതുപോലെ തന്നെ നോ ഷെയ്ഡ്, അലൈൻ, ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ കൊടുക്കുന്ന ആട്രിബ്യൂട്ടുകളാണ് HR ടാഗിൽ. ഇനി നെക്സ്റ്റ് ടാഗാണ് സെൻറ്റർ ടാഗ്. സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുന്നത്, സെൻറ്റർ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതുന്നോ അതിനെ വെബ് പേജിൻ്റെ സെൻറ്റർ പൊസിഷനിലായിട്ട് കാണിച്ചു തരും. അതിനാണ് സെൻറ്റർ ടാഗ്. സെൻറ്റർ ടാഗ് ബ്രിങ്സ് ദ കണ്ടന്റ് ടു ദ സെൻറ്റർ ഓഫ് ദി വെബ് പേജ് ഹൊറിസോണ്ടലി. അതുപോലെ തന്നെ കണ്ടെയ്നർ ടാഗാണ്, ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഉണ്ട്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ടസ്റ്റ് യൂസ്ഡിനാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റുകൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ ഡിസ്പ്ലേ ചെയ്യണം, എന്ത് ഫോർമാറ്റിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ കാണിക്കാനാണ്. അതായത് ഇപ്പോൾ ബോൾഡ്, ഇറ്റാലിക്സ്, സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ടെക്സ്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത്രയും ടാഗുകളുണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഓരോന്നും എന്താണെന്നും അതുപോലെ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം, സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ടാഗ് B ടാഗ്, I ടാഗ്, U ടാഗ്, SN സ്ട്രൈക്ക്, ബിഗ്, സ്മോൾ, സ്ട്രോങ്, EM, സബ് ആൻഡ് സൂപ്പ്, പിന്നെ ബ്ലോക്ക് ഔട്ട് ആൻഡ് ക്യൂ. ഇത്രയും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. B ടാഗ് എന്ന് വെച്ചാൽ എന്താ? മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് B ടാഗിൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ ബോൾഡ് ലെറ്ററിലായിരിക്കും കാണിക്കുക. അതായത് കുറച്ചുകൂടി തിക്കായിട്ടായിരിക്കും ആ ഒരു ലെറ്ററിനെ കാണിക്കുക.
നെക്സ്റ്റാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത് ഇറ്റാലിക്സ് സ്റ്റൈലിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പല വെബ് പേജുകളിലും ടെക്സ്റ്റുകൾ ഇതുപോലെ ചെരിച്ചെഴുതുന്ന പോലെ നമ്മൾ ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഇറ്റാലിക്സ് നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഐ ടാഗ് യൂസ് ചെയ്യുക. ടെക്സ്റ്റിനെ ഐ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ഐയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ആ ടെക്സ്റ്റ് ഇറ്റാലിക്സിലായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റാണ് യു ടാഗ്, അണ്ടർലൈനിങ് ദ ടെക്സ്റ്റ്. യു ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് എന്താണോ അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റാണ് എസ് ആൻഡ് സ്ട്രൈക്ക്. എസ്സും സ്ട്രൈക്കും സെയിം പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്യണത്. സ്ട്രൈക്കിംഗ് ത്രൂ ദ ടെക്സ്റ്റ്, അതായത് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് അതിനെ സ്ട്രൈക്ക് മോഡിൽ ഇങ്ങനെ കാണിക്കാനായിട്ടാണ് എസ്സും സ്ട്രൈക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം, രണ്ടും വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം പർപ്പസിന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റാണ് ബിഗ് ടാഗ്. ബിഗിൽ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിനെ ബിഗ് സൈസായിട്ട് കാണിച്ചു തരും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്മോളാണ്. സ്മോൾ ടാഗിൽ എഴുതുന്ന കണ്ടൻറ്റിനെ നോർമൽ ടെക്സ്റ്റിൻ്റെ ഒരു സൈസിനേക്കാളും ചെറുതാക്കിയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. പിന്നെ അടുത്തതാണ് സ്ട്രോങ് ടാഗ്. സ്ട്രോങ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡാക്കി മാറ്റുക, മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. അപ്പോൾ സ്ട്രോങ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ്ങിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിൻ്റെ ഉള്ളിൽ എഴുതുന്ന ടെക്സ്റ്റിനെ ബോൾഡ് ലെറ്ററിൽ കാണിച്ചു തരുന്നു. അപ്പോൾ സ്ട്രോങ് ടാഗും ബി ടാഗും സിമിലർ പർപ്പസിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. സ്ട്രോങ്ങിനോട് സെയിം ആയിട്ട് വരുന്ന ടാഗ് ഏതാണ്, അല്ലെങ്കിൽ ബി ടാഗിനോട് സെയിം ആയിട്ട് വരുന്ന ടാഗ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സ്ട്രോങ്ങും ബിയും സെയിം കാര്യമാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും ടാഗുകൾ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൽ. അതിൽ സെൻറ്റർ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, പി ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ബി ടാഗ്, ഐ ടാഗ്, യു ടാഗ്, അതുപോലെ സ്മോള്, ബിഗ്, സ്ട്രോങ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിലെ ഔട്ട്പുട്ടുകൾ അതിൻ്റെ രീതിക്ക് ബോൾഡ് കൊടുത്തിട്ടുള്ളത് മാത്രം ബോൾഡാക്കിയിട്ടുണ്ട്, ഇറ്റാലിക്സ് കൊടുത്തിട്ടുള്ളത് ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട്, അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത് അണ്ടർലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ഇ എം എന്ന് പറയുന്നത് എംഫസൈസിങ് ദ ടെക്സ്റ്റ്. അതായത് നമ്മളുടെ കൊടുക്കുന്ന ടെക്സ്റ്റിനെ കുറച്ചുകൂടി ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഇ എമ്മിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇറ്റാലിക്സ് മോഡിലാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഐ ടാഗിനോട് സിമിലറാണ് ഇ എം. അപ്പോൾ അതും ഒരു വൺ വേർഡാണ്. ഇ എം ടാഗ് ഐ ടാഗിനോട് സിമിലറാണ്, രണ്ടും സെയിം പർപ്പസ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് സബ് ആൻഡ് സൂപ്പ്. സബ് ആൻഡ് സൂപ്പ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും സൂപ്പർ സ്ക്രിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി സബ്ജക്റ്റിലൊക്കെ മോളിക്കുലാർ ഫോർമുല എഴുതുന്നത് H2O, H2SO4 അങ്ങനെയൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്ന ആ H2Oയിലുള്ള 2, അതുപോലെ H2SO4ലുള്ള 2ഉം 4ഉം ഒക്കെ നമ്മൾ കുറച്ച് സഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് നോർമലി എഴുതുന്ന ഒരു ലെറ്ററിൻ്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക. താഴെ എഴുതുന്നതിനെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇനിയിപ്പോൾ മാത്സിലൊക്കെ A+B² = A² + 2AB + B², ആ ഒരു ഇക്വേഷനിലൊക്കെ ഈ 2 A+B² എന്ന് പറയുന്ന ആ ഒരു 2 എന്ന് പറയുന്നത് മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുകളിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുക. അപ്പോൾ താഴെ വരുന്നത് സബ്സ്ക്രിപ്റ്റും മുകളിൽ വരുന്നത് സൂപ്പർ സ്ക്രിപ്റ്റുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റ്സും ക്രിയേറ്റ് ചെയ്യാനാണ് സബ് ആൻഡ് സൂപ്പ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതെങ്ങനെ യൂസ് ചെയ്യാം? ഇവിടെ H2O എന്ന് പറയുന്ന ആ ഒരു H2O നമ്മൾ വെറുതെ H2O എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഈ കാണുന്ന പോലെ സഫിക്സ് ആയിട്ടല്ല വരിക. H കഴിഞ്ഞ് 2 കഴിഞ്ഞ് O അതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ ആ 2ന് നമ്മൾ അടിയിലേക്ക് എടുത്ത് ഇടണം വെബ് പേജിൽ. അപ്പോൾ അതിന് നമ്മൾ എഴുതണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണം കോഡ് എഴുതാനായിട്ട്. H എഴുതുക, ആരെയാണ് താഴെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ H2Oയിൽ 2 അല്ലേ താഴെ, അപ്പോൾ ആ 2നെ മാത്രം സബിൻ്റെ ഉള്ളിലിടുക. സബ് ഇടുക, 2 എഴുതുക, സബ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് O എഴുതുക. അപ്പോൾ H2O എന്ന് പറയുന്നതിൽ 2 താഴെ, H കഴിഞ്ഞിട്ട് Hൻ്റെ താഴെയായിട്ട് സഫിക്സ് ആയിട്ട് അവിടെ കാണിച്ചു തരും. ഇനി അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. A+B² = A² + 2AB + B². അതിൻ്റെ എങ്ങനെയാണ് വെബ് പേജിൽ കാണിക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണോ 2നെ മുകളിൽ കൊണ്ടുവരേണ്ടത് അവിടെ മാത്രം പെർട്ടിക്കുലർ ആ ഒരു ലെറ്ററിൽ അല്ലെങ്കിൽ ഡിജിറ്റിൽ നമ്മൾ ആ ഒരു സൂപ്പ് ടാഗ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് A+B, അത് കഴിഞ്ഞ് A+B എഴുതിയിട്ടാണ് നമ്മൾ 2 എഴുതുന്നത് അല്ലേ മുകളിൽ. അപ്പോൾ ആ 2നെ സൂപ്പ് ടാഗിലിട്ടു = A സൂപ്പ് ടാഗ്
2 സൂപ്പ് ടാഗ് ക്ലോസ് ചെയ്തു പ്ലസ് 2ab പ്ലസ് b സൂപ്പ് ടാഗ് 2 സൂപ്പ് ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് സബ് ആൻഡ് സൂപ്പ്. നെക്സ്റ്റ് ലാസ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ബ്ലോക്ക് ഔട്ട് ആൻഡ് ക്യൂ. ബ്ലോക്ക് ഔട്ട് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യാനും കൊട്ടേഷൻ മാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ഔട്ടും ക്യൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബ്ലോക്ക് ഔട്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻറ്റൻറ്റ് ദ കണ്ടൻറ്റ് എൻക്ലോസ്ഡ് ദീസ് ടാഗ്സ്. അതായത് ബ്ലോക്ക് ഔട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന എന്ത് കണ്ടൻറ്റ് ആണെങ്കിലും കുറച്ച് ഇൻറ്റൻറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇൻറ്റൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ വെബ് പേജിൽ കുറേ കണ്ടൻറ്റുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുറച്ച് മാത്രം ഈ ലെഫ്റ്റ് മാർജിൻ നിന്ന് കുറച്ച് നീങ്ങിയിട്ടും റൈറ്റ് മാർജിൻ നിന്ന് കുറച്ച് ഒരു പ്രത്യേകം ഒരു ബ്ലോക്ക് പോലെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ടൻറ്റുകളെ ഇൻറ്റൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ഔട്ട് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത് യൂസ്ഫുൾ ടു ഇൻഡിക്കേറ്റ് ദ ടെക്സ്റ്റ് ക്ലോസ്ഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ മാർക്സ് വിത്ത് ആൻ ഇൻറ്റൻറ്റ്. അതായത് ക്യൂ ടാഗിൽ നമ്മളിപ്പോൾ ഹലോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഹലോനെ ഡബിൾ കോട്ട്സിൽ കാണിച്ചു തരും. അപ്പോൾ ഡബിൾ കോട്ട്സ് അപ്ലൈ ചെയ്യാനാണ് ക്യൂ ടാഗ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ബ്ലോക്ക് ഔട്ടും ക്യൂവും തന്നിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഔട്ടിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ക്യൂവിലും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട് 4.25. ഇതിൽ നോക്കുമ്പോൾ അറിയാം ബ്ലോക്ക് ഔട്ടിൽ എഴുതുന്ന കാര്യം എങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ക്യൂവിൽ എഴുതുന്ന കാര്യം എങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. കൂടാതെ അതിൽ എക്സ്ട്രാ ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ് ബി ടാഗൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റുകൾ കാണിക്കാനായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുന്നത്.